നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം. ആ വന്ന കറമ്പത്തിയില്ലേ, കറമ്പത്തിക്ക് വീടൊന്നുമില്ല, വഴിയിൽ നിന്ന് കിട്ടിയതാ. അവളെ അവളുടെ അമ്മമ്മയ്ക്ക് എപ്പോഴും അടിയും പിടിയുമാ അവളുടെ വീട്ടില്. ഞങ്ങളുടെ വീട്ടിലോട്ട് പോണ വഴിയിലാ ആ കറമ്പത്തിന്റെ വീട്. ഞാൻ എപ്പോഴും കാണാറുണ്ട് ആ കറമ്പത്തി. അവളുടെ അമ്മമ്മയാണെങ്കിൽ എപ്പോഴും എല്ലാരും വയസ്സ് പറഞ്ഞോണ്ടുള്ള ഒരു അമ്മമ്മയും. ഹായ് മക്കളെ, ടീച്ചർ തന്ന വർക്കൊക്കെ ചെയ്തു. ആ ദേവി എന്താ ക്ലാസ്സിൽ പോയിരിക്കാത്തേ? ദേവിക്ക് ആരും ഇരിക്കാനൊന്നും സ്ഥലം കൊടുത്തില്ലേ? ദേവ അവിടെ പോയിരിക്കേ. എന്താ അവിടെ ഞാൻ നിന്ന് കളിക്കുന്നേ? ആഹാ, ജാനറ്റ് എന്താ ബെഞ്ചിന്റെ മുകളിൽ കയറി നിൽക്കുന്നേ? എത്ര പ്രാവശ്യം വാണിംഗ് തന്നിട്ടുണ്ട് ജാനറ്റ്, ഇനി അങ്ങനെ ചെയ്യരുതെന്നേ. ഒന്നിങ്ങ് തിരിഞ്ഞു നിന്നേ, കൈ കാണിച്ചേ. ആരെങ്കിലും വന്നാൽ അവരെ കുറിച്ച് കളിയാക്കാനും അവരെ കുറിച്ച് എന്തെല്ലാമോ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനും ഒക്കെയാ ജാനറ്റിന് ഉന്മേഷം. അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് ടീച്ചർ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഈ ദേവേനെ തന്നെ ജാനറ്റ് എന്തൊക്കെ പറഞ്ഞു, കറുമ്പത്തി എന്നൊക്കെ വിളിച്ചു. അങ്ങനെയൊക്കെ വിളിക്കാൻ പാടുണ്ടോ ജാനറ്റ്? മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ പറയരുത്, ചെയ്യുകയും വരുത്. അങ്ങനെയല്ലേ നല്ല കുട്ടികളെ? ഇതെല്ലാം ടീച്ചർ എത്ര പ്രാവശ്യം ഉപദേശിച്ച് തന്നിട്ടുണ്ടെന്ന് ജാനറ്റിന് വല്ല ഓർമ്മയുണ്ടോ? അറ്റ്ലീസ്റ്റ് ആ ബെഞ്ചിന്റെ മുകളിൽ കയറി നിൽക്കുന്നതെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ ജാനറ്റ്? എത്ര പ്രാവശ്യം ഇതിന് വാണിംഗ് തന്നിട്ടുണ്ട്. ഇനി വാണിംഗ് അല്ല, ഇനി അടിയാണ്. കഴിഞ്ഞിട്ടേ അടിക്കണ്ടല്ലോ, ചെറിയ കുഞ്ഞല്ലേ, നന്നായിക്കോളും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എവിടെ നന്നാവാൻ? രാമ രാമ ഇരിക്കുന്നിടത്ത് പോയിരിക്കേ. എന്തൊക്കെ കുസൃതി ഒപ്പിച്ചിട്ടും ആടി കിട്ടാത്തതിന്റെ കുഴപ്പം ആ ജാനറ്റിന്. ഇങ്ങ് കഴിഞ്ഞിട്ടിക്കേ, ഇനി വാണിങ്ങില്ല. എല്ലാവരും ഓക്കെ അല്ലേ? നമ്മള് ഇന്നലെ ആ അല്ലേ പഠിച്ചത്? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം ആ ആണ്. അപ്പോ നമ്മള് പഠിച്ചാലോ മക്കളെ? ഇന്നലെ നമ്മള് മലയാള അക്ഷരമാലയിലെ ആ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണെന്ന് അറിയാമോ? അക്ഷരമാണ് ആഹാ. എല്ലാവരും കണ്ടില്ലേ? ആ ആനകളെ, അമ്മയാനയും കുഞ്ഞനാനയും. എല്ലാവരും കണ്ടില്ലേ? രണ്ടാനകളെ, ഒരു അമ്മയാന, മറ്റേത് കുഞ്ഞനാന. എനിക്ക് മാത്രം